നെയ്യാർ ഡാം പന്തയിൽ +2 വിദ്യാർത്ഥിനിയെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. നെയ്യാർ ഡാം പന്ത തെക്കേ പന്തയിൽ +2 വിദ്യാർത്ഥിനിയെ വീട്ടിലെ കിടപ്പുമുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. ഷാജഹാൻ സബീന ദമ്പതികളുടെ മകൾ ആലിയ ഫാത്തിമ ആണ് മരിച്ചത്. വ്യാഴാഴ്ച വൈകിട്ട് 5:30ഓടെയാണ് ആലിയയെ വീട്ടിലെ കിടപ്പുമുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. നാളെ പരീക്ഷ നടക്കാനിരിക്കെ വീട്ടിൽ പഠനത്തിലായിരുന്ന കുട്ടി വീട്ടുകാർ റേഷൻ കടയിലേക്ക് പോയ സമയത്താണ് ജീവനൊടുക്കിയതെന്നാണ് പ്രാഥമിക വിവരം. അതേസമയം സംഭവവുമായി ബന്ധപ്പെട്ട് ഗുരുതരമായ ആരോപണങ്ങളാണ് ബന്ധുക്കൾ ഉന്നയിക്കുന്നത്. ഏകദേശം 2 മാസം മുൻപ് നെയ്യാർ ഡാം പരിസരത്തെ കൊണ്ണിയൂർ ഇമാം തങ്ങൾ എന്നയാൾ കുട്ടിയുടെ കുടുംബത്തെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുകയും സഹോദരനെ മർദ്ദിക്കാൻ ശ്രമിക്കുകയും ചെയ്തതായി ബന്ധുക്കൾ പറയുന്നു. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ഇയാൾ കുട്ടിയെ ഫോണിൽ വിളിക്കുകയും ഇൻസ്റ്റാഗ്രാം വഴി സന്ദേശങ്ങൾ അയക്കുകയും ചെയ്തിരുന്നതായും ബന്ധുക്കൾ ആരോപിക്കുന്നു. ഇക്കാര്യം കുട്ടി വീട്ടുകാരോട് പറഞ്ഞിരുന്നതായും ബന്ധുക്കൾ വ്യക്തമാക്കി. സംഭവത്തിൽ നെയ്യാർ ഡാം പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. കുട്ടിയുടെ മരണത്തിലേക്ക് നയിച്ച സാഹചര്യങ്ങളും ബന്ധുക്കൾ ഉന്നയിക്കുന്ന ആരോപണങ്ങളും പോലീസ് പരിശോധിച്ചു വരികയാണ്. സംഭവവുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ പോലീസ് അന്വേഷണത്തിന് ശേഷമേ വ്യക്തമാകൂ. വളരെ വേദനിപ്പിക്കുന്ന ഒരു സംഭവമാണ് ഇന്ന് വൈകുന്നേരം പന്തയിലുണ്ടായിട്ടുള്ളത്. നെയ്യാർ ഡാം സ്കൂളിലെ +2 പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി ഇന്ന് വൈകുന്നേരം 5:30 മണിയോടുകൂടി സ്വന്തം വീട്ടിൽ തൂങ്ങി മരിക്കുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായിട്ടുള്ളത്. സുഹൃത്തായിട്ടുള്ളൊരു ചെറുപ്പക്കാരിൽ നിന്നുണ്ടായിട്ടുള്ള തുടർച്ചയായ ശല്യമാണ് ഇതിന് കാരണമെന്നതാണ് വീട്ടുകാർ പറയുന്നത്. നേരത്തെ ആ കുട്ടിയെ ശല്യപ്പെടുത്തുകയും വഴിയിൽ തടഞ്ഞു നിർത്തി ഉപദ്രവിക്കുകയും ചെയ്യുന്ന ഒരു സംഭവം ഉണ്ടാവുകയും അതിനെ തുടർന്ന് നെയ്യാർ ഡാം പോലീസ് സ്റ്റേഷനിൽ കേസെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇന്നും ഇൻസ്റ്റാഗ്രാം വഴി കുട്ടിയെ ഏതോ തരത്തിൽ ശല്യപ്പെടുത്തി എന്നാണ് അറിയുന്നത്. അതിൽ നിന്നുണ്ടായ എന്തോ മാനസിക വിഷമം കൊണ്ടാണ് ആ വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്തതെന്നാണ് രക്ഷിതാക്കളും നാട്ടുകാരും പറയുന്നത്.